ശൂന്യതാബോധം വെളിപ്പെടും. ഒടുവിൽ പെട്ടുപോകും. അയ്യോ നിലവിളിക്കും. ആരും നിന്നെ വിടുവിക്കാൻ ഉണ്ടാകുകയില്ല. എന്നാൽ ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം. ഇപ്പോൾ യേശു ക്രിസ്തുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. പ്രിയരെ, യേശു നിങ്ങളെ ജീവിതത്തിലേക്ക് വിളിക്കുന്നു, നന്മയിലേക്ക് വിളിക്കുന്നു, സമാധാനത്തിലേക്ക് വിളിക്കുന്നു. അർത്ഥവത്തായ ഒരു ജീവിതം ഈ പുതിയ വർഷം നിങ്ങൾക്ക് തരുവാൻ യേശുവിന് താല്പര്യമുണ്ട്. പ്രിയരെ, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന്, അശുദ്ധികൾ മായ്ക്കപ്പെടേണ്ടതിന്, തിന്മകൾ മറയ്ക്കപ്പെടേണ്ടതിന്, ക്ഷമ പ്രാപിക്കേണ്ടതിന്, നിങ്ങൾ ജീവനുള്ള സത്യനിത്യമായ യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു വന്നാൽ ആശ്വാസകാലങ്ങൾ ഉണ്ടാകും. പ്രിയരെ, ആശ്വാസകാലങ്ങൾ, സമാധാനകാലം. എന്തിനാണ് മനുഷ്യൻ കള്ളുകുടിക്കുന്നത്? എന്തിനാണ് ബീഡി വലിക്കുന്നത്? എന്തിനാണ് മുറുക്കുന്നത്? എന്തിനാണ് ലഹരി ഉപയോഗിക്കുന്നത്? എന്തിനാണ് വൃത്തികെട്ട മാസികകളും സിനിമകളും കാണുന്നത്? പലരോടും ചോദിച്ചിട്ടുണ്ട്. പലർക്കും ഉത്തരമില്ല. ചിലരെങ്കിലും ആശ്വാസത്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു മദ്യപാനിയെ നോക്കൂ. ആശ്വാസത്തിന് വേണ്ടി കുടിച്ച് ഒരിക്കലെങ്കിലും ആശ്വാസം പ്രാപിച്ചിട്ടുണ്ടോ? ആശ്വാസം കുടിച്ചു കയറ്റി തലയ്ക്ക് ലെവലില്ലാതെ തെരുവറഞ്ഞ് പോക്കറ്റടിച്ച് നാട്ടിൽ കലാപമുണ്ടാക്കി അരുതാത്ത പ്രവൃത്തി ചെയ്ത് പേരുദോഷം വരുത്തി ഒടുവിൽ അവൻ നിന്നെ കൊല്ലും ഞാനും ചാവുമെന്ന് പറഞ്ഞ് ആർക്കും വേണ്ടാത്തവനായി തീരുമെന്നുള്ളതല്ലാതെ ആർക്കും ഇവിടെ ഒരു സമാധാനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് പ്രിയരെ, ഞങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഏവൻ ദൈവത്തെ കണ്ടെത്താവുന്ന സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത്, ചിന്താശേഷിയുള്ള സമയത്ത് യേശുവിനെ അന്വേഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുവിൻ. ദുഷ്ടനും അശുദ്ധനും അവന്റെ വഴികളെ വിട്ട്, നീതികെട്ടവൻ അവന്റെ വഴികളെയും ദുഷ്ടവിചാരങ്ങളെയും വിട്ട് സത്യദൈവത്തിലേക്ക് തിരിഞ്ഞു വന്നാൽ അവൻ നിങ്ങളോട് ധാരാളം ക്ഷമിക്കും, ധാരാളം ക്ഷമ തരും. ദൈവം നിങ്ങളോട് ക്ഷമിക്കും. ദുഷ്ടന്റെ മരണത്തിലും പാപിയുടെ മരണത്തിലും എനിക്ക് താല്പര്യമില്ല. ആരും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന് പൈങ്കുളം ദേശത്ത് ഒരു കുടുംബവും ഒരു വ്യക്തിയും ഒരു ബന്ധുവും നശിച്ചു പോകരുത് എന്നവൻ ആഗ്രഹിക്കുന്നു. ആരും ആത്മഹത്യ ചെയ്യരുത്. നിന്നെ രക്ഷിപ്പാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ പ്രാണനെ നീ നശിപ്പിച്ചു കളയരുതെന്ന് ദൈവനാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ പുറമെയുള്ള ആചാരമര്യാദകൾ വിട്ട് സ്വത്രം നിങ്ങളുടെ ഹൃദയത്തിൽ അനുവാദമുണ്ടായി, പാപബോധമുണ്ടായി. കർത്താവേ ക്ഷമിക്കണമേ, എന്നോട് കരുണ തോന്നിക്കണമേ, എനിക്ക് പകരം മരിച്ച നിന്നെ ഞാൻ എന്റെ രക്ഷയാവും കർത്താവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അതേ പ്രിയരെ, പാപക്ഷമ പ്രാപിക്കുവാൻ യേശുവിൽ നിങ്ങളെ സഹായിക്കും. യേശുവേ, എന്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് നിങ്ങൾ ആ ഇരിക്കുന്ന ഇരിപ്പിൽ നിൽക്കുന്ന ഇരിപ്പിൽ ആ കടക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ ഹൃദയത്തിലേക്ക് യേശു എഴുന്നള്ളി രക്ഷിതാവായി, ദൈവമായി, കർത്താവായി അവൻ നിന്നോടുകൂടെ പാർക്കുവാൻ അവന് താല്പര്യമുണ്ട്. അങ്ങനെ പാപക്ഷമ പ്രാപിച്ച് അർത്ഥവത്തായ ഒരു ജീവിതം ജീവിക്കുമ്പോൾ ഈ പൈങ്കുളം ദേശത്തിന്റെ ശുദ്ധമായ വെള്ളയാകാശത്തെ നോക്കി ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കർത്താവിന്റെ ഗംഭീരനാദത്തോടും പ്രധാനമുള്ള ശബ്ദത്തോടും കൂടെ വാനമേങ്ങൾ കർത്താവായ യേശു രണ്ടാമതും മനുഷ്യരെ സ്വീകരിക്കുവാൻ, പാപികളെ ന്യായം വിധിക്കുവാൻ, വിശുദ്ധന്മാരെ സ്വീകരിക്കുവാൻ അവൻ വേഗം മടങ്ങി വരും. അന്ന് പാപം കൂടാതെ തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു വരുന്ന ആളിൽ നിങ്ങളും ആ നിത്യരാജ്യത്തിൽ, ആ ദൈവരാജ്യത്തിൽ, ആ സമാധാന രാജ്യത്തിൽ, ആ വിശുദ്ധിയുടെ രാജ്യത്തിൽ മരണത്തിനപ്പുറമായി എന്നേക്കും ജീവിക്കുന്ന ആ നാട്ടിൽ യേശുവിന്റെ കൂടെ കാണപ്പെടുവാൻ നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് ആ കുഞ്ഞാടിന്റെ, ആ യേശുവിന്റെ ആ മഹാസമ്മേളനത്തിൽ, ആ വിവാഹ ശുശ്രൂഷയിൽ, വിശുദ്ധന്മാരുടെ ആ സംഗമത്തിൽ നിങ്ങളും ഉണ്ടാകണമേ എന്ന് നിങ്ങളെ ഏർപ്പിച്ചുണർത്തിക്കൊണ്ട് ഞങ്ങൾ തന്ന ലെവലയിൽ ഞങ്ങളുടെ ഫോൺ നമ്പറുണ്ട്. ഒരു ബൈബിൾ വായം മേടിച്ച്